നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻജിനീയറിംഗ് മേഖലയിലും അതുപോലെ കോണ്ടൻറ് റൈറ്റേഴ്സ് ആ ഒരു മേഖലയിലും കുറച്ച് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ദയവായി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ടും ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ ഹൈവേയുടെ അല്ലെങ്കിൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിസർച്ച് കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഈ KHRI എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇവരാണ് ആപ്ലിക്കേഷനുകൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഡൊമൈനുകളിലാണ് ഇവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അവർക്ക് ആവശ്യമുള്ളത് സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞ ശേഷം എടുക്കുന്ന ഒരു MTech സ്പെഷ്യലൈസേഷനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് എങ്കിൽ അതും നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 3 മുതൽ 5 വർഷം വരെ സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രവൃത്തി പരിചയം കൂടെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മികച്ച അവസരമാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഇതിൽ ഇവർ ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ഒരു MTech ബിരുദാനന്തര ബിരുദം നിങ്ങൾക്ക് വേണം. അതിൽ തന്നെ 7.5 CGPA നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. സാലറി ഇവർ പറഞ്ഞിരിക്കുന്നത് 55,000 മുതൽ 65,000 വരെയുള്ളൊരു പേ സ്കെയിലാണ് സാലറി വരുന്നത്. ഇതൊരു കോൺട്രാക്ട് ബേസിസിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്നുകൂടി ഓർക്കുക. ബട്ട് ഇത് കുറച്ച് കാലത്തേക്ക് ഈ കോൺട്രാക്ട് ബേസിസിലുള്ള അവസരം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 40 വയസ്സിൽ താഴെയുള്ളവർക്ക് ഉള്ള അവസരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ 40 വയസ്സിൽ താഴെയാണ്, ഒരു MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, 3 മുതൽ 5 വർഷം വരെ പ്രവൃത്തി പരിചയവും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു പ്രൊഫൈൽ ഇവർ ആവശ്യപ്പെട്ടേക്കുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്നുള്ള ഒരു ഡൊമൈനാണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫൈലിലേക്കുള്ള ആപ്ലിക്കേഷന് അവർക്ക് ആവശ്യമുള്ളത് നാച്ചുറലി MTech ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവരാവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ബാക്കി ക്വാളിഫിക്കേഷനുകളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം സെയിം തന്നെയാണ്. അതായത് 7.5 CGPA കൂടി നിങ്ങൾക്ക് ഒരു MTech ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈക്വലൻസി വേണം. രണ്ടാമത് വേണ്ടത് 3 to 5 years ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണം. 40 വയസ്സിൽ താഴെയുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം. ഇതിനകത്ത് സാലറി സ്ട്രക്ചർ സെയിം തന്നെയാണ്. അതായത് 55,000 മുതൽ 65,000 പെർ മന്ത് ആയിരിക്കും അവർ സാലറി ഓഫർ ചെയ്യുന്നത്. കോൺട്രാക്ട് ബേസിസിൽ തന്നെയുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനവുമായിരിക്കും KHRIയിലേക്കുള്ളത്. അപ്പോൾ ഈ 2 ഡൊമൈനുകൾ പ്യുവർലി എഞ്ചിനീയറിംഗ് ഡൊമൈനുകളാണ്, MTech ഉള്ളവർക്ക് ഉള്ളതാണ്. മൂന്നാമത്തെ അവസരം എന്ന് പറഞ്ഞാൽ കോണ്ടൻറ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനാണ്. പക്ഷേ ഇവരുടെ എക്സാക്റ്റ് ഡെസിഗ്നേഷൻ പറഞ്ഞിട്ടുള്ളത് കോണ്ടൻറ് റൈറ്റർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അസോസിയേറ്റ് എന്നുള്ള ഒരു ഡെസിഗ്നേഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡെസിഗ്നേഷനിൽ അവർക്ക് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ BTech അല്ലെങ്കിൽ BE ക്വാളിഫിക്കേഷനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ BTech ഉള്ളവർക്കോ BE ഉള്ളവർക്കോ അപ്ലൈ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് മാർക്കുള്ള BTech BE. അതിനകത്ത് അവരൊരു കാര്യം പറയുന്നത്, ഇത് ഏത് BTechഉം ഏത് BEയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ പ്രയോറിറ്റി അവർ കൂടുതൽ കൊടുക്കുക ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കായിരിക്കും, BTechോ BEയോ ഉള്ളവർക്കായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം മതി. 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരിക്കണം. ഇതാണ് കോണ്ടൻറ് റൈറ്റേഴ്സിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പം ഇത്രയും ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ KHRIയുടെ വെബ്സൈറ്റിൽ കയറി ആ വെബ് പോർട്ടലിലൂടെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഏതായാലും നിങ്ങളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണെങ്കിൽ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ബിരുദാനന്തര ബിരുദമുള്ള ആളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു BTech ഓർ BE അതും പ്രിഫറബിളി സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഈ ക്വാളിഫിക്കേഷൻ എല്ലാം നോക്കി നിങ്ങൾക്ക് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ December 12th ആണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ December 12th തന്നെ ഈ ആപ്ലിക്കേഷൻ അവരുടെ KHRIയുടെ പോർട്ടലിലൂടെ സബ്മിറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലെ മികച്ച ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഹൈവേ ഡെവലപ്മെൻറ്റുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഒട്ടനവധി വളർച്ചാ സാധ്യത ഉള്ള ഒരു സ്ഥാപനമാണ്. കരാർ നിയമനമാണ് എങ്കിലും നല്ല ശമ്പളവും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും ഒന്നിലധികം വീഡിയോസ് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, കരിയർ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ തന്നെ. അതുകൊണ്ട് നിങ്ങൾക്കത് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.